CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങളും മരണവും പതിവ് സംഭവങ്ങളായി മാറുകയാണ്. CCN കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയുടെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിൽ ഈ പാതയിലെ യാത്രാഭീതി വർദ്ധിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 25ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ചെർപ്പുളശ്ശേരി കാക്കാത്തോടിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ മുറിച്ചിറ വീട്ടിൽ മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. തൂത കുളപ്പട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ P. ജയൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കടേരിയിൽ JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം സ്വദേശി ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. തൂത കുളപ്പട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ P. ജയൻ ഉദ്ഘാടനം ചെയ്തു. വർഷം ഒന്ന് കഴിഞ്ഞില്ലേ കഷ്ടം ഞങ്ങൾ സഹിക്കുന്നു. ഒരു വർഷമായി പൂർണ്ണമായും തകർന്നു കിടക്കുന്ന നാലാലുംകുന്ന് മുതലുള്ള 2 കിലോമീറ്റർ ഭാഗം അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ചെറുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നാലാലുംകുന്നത്ത് സമാപിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ P. ജയൻ ഉദ്ഘാടനം ചെയ്തു. 2ാം വാർഡിലെ കൌൺസിലറായിട്ടുള്ള അംഗമാണല്ലോ ചെയർപേഴ്സൺ ആയിട്ടുള്ള. 2ാം വാർഡും 33ാം വാർഡും 32ാം വാർഡും 1ാം വാർഡും നേരിട്ട് അതിര് പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന റോഡാണ് തൂത കുളപ്പട റോഡ്. ഈ കൌൺസിലർമാരുൾപ്പെടെയുള്ള ആൾക്കാർ ദൈനംദിനം ആളുകളുടെ പരാതികൾ ദൈനംദിനം കേട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൃത്യസമയത്ത് സമയബന്ധിതമായി കൈക്കൊള്ളാൻ ഇന്നും നഗരസഭ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അനിവാര്യമായ സമരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് നിർബന്ധമായും ഈ സമരം ഏറ്റെടുക്കേണ്ട ചുറ്റുപാടുകൂടെ ഉണ്ടായത്. 2014 ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്തായിരിക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അനുമതിയോടുകൂടിയാണ് ഇൻഫ്രാ ഗ്രാനൈറ്റിന്റെ ആദ്യ രൂപമായിട്ടുള്ള ക്വാറി പ്രവർത്തനത്തിന് ഓഫീസ് സമുച്ചയം കെട്ടിയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പെർമിറ്റ് കൊടുത്ത് ലൈസൻസ് കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് 2014-15 കാലഘട്ടത്തിലാണ്. തുടർന്ന് UDFന്റെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോ ഇതേ LDFകാരുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് 5 വർഷക്കാലം ഇവിടുത്തെ സമര രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് പിന്നീട് അടുത്ത ഭരണസമിതിയിലെ ചെയർമാനായിട്ട് വന്നത്, LDFന്റെ ചെയർമാനായിട്ട് വന്നത്. അങ്ങനെ LDFന്റെ പഞ്ചായത്ത് ഭരണസമിതി, UDFന്റെ നഗരസഭാ ഭരണസമിതി 5 വർഷം, തുടർന്ന് LDFന്റെ നഗരസഭാ ഭരണസമിതി 5 വർഷം. അത് കഴിഞ്ഞ അടുത്ത LDFന്റെ ഭരണസമിതിയാണ്. 3 ഭരണസമിതിയുടെ കാലം കൊണ്ട് ഈ വീട്ടിക്കാടിന്റെ പ്രദേശത്തെ വീട്ടിക്കാടൻ മലനിരകൾ ഏതാണ്ട് എല്ലാ ഭാഗത്തും കോറികൾ അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ 2 LDF UDF ഭരണസമിതികൾ മത്സരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കോറി ക്രഷർ മാഫിയകളുടെ എണ്ണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ കാറൽമണ്ണ ഏരിയ പ്രസിഡന്റ് വിപിൻ പുളിങ്ങര അധ്യക്ഷനായി. BJP ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ P. ജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം K. ഹരിദാസ്, ഏരിയ ജനറൽ സെക്രട്ടറി K. വിനീഷ്, യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് PT രാംദാസ്, നേതാക്കളായ KT വിശാഖ് മനു, P. ബാലസുബ്രഹ്മണ്യൻ, V. ഗോപാലകൃഷ്ണൻ, V. കൃഷ്ണദാസ്, K. പ്രകാശ്, N. കവിത എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി കാക്കാത്തോടിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ മുറിച്ചിറ വീട്ടിൽ മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു.
ശനിയാഴ്ച രാത്രി 12:30-ഓടെയാണ് അപകടമുണ്ടായത്. അജ്മലും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയും പിറകെ വന്ന് തമിഴ്നാട് പിക്കപ്പ് വാൻ ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജ്മലിനെ ഉടൻ തന്നെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCN ചെർപ്പുളശ്ശേരി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങളും മരണവും പതിവ് സംഭവങ്ങളായി മാറുകയാണ്. CCN കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയുടെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിൽ ഈ പാതയിലെ യാത്രാഭീതി വർദ്ധിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 25ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. 3 പ്രധാന പോലീസ് സ്റ്റേഷൻ പരിധികളിലൂടെ കടന്നുപോകുന്ന ഈ സംസ്ഥാന പാതയിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവും അധികൃതരുടെ അനാസ്ഥയും കാരണം യാത്രക്കാരുടെ ജീവൻ നിരന്തരം അപകടത്തിലാവുകയാണ്. തൂത മുതൽ മാവിൻചുവട് വരെയുള്ള ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലും മാവിൻചുവട് മുതൽ കടമ്പഴിപ്പുറം രജിസ്ട്രാർ ഓഫീസ് വരെയുള്ള ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ പരിധിയിലും അവിടെ മുതൽ മുണ്ടൂർ വരെയുള്ള കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമായാണ് ഈ പാത കടന്നുപോകുന്നത്. ഇതിൽ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 25ഓളം പേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായത്. കടമ്പഴിപ്പുറം 16 മൈൽ, പാറശ്ശേരി വളവ്, കോങ്ങാട് മാഞ്ചേരിക്കാവ് ജംഗ്ഷൻ, എഴക്കാട് പോസ്റ്റ് ഓഫീസ്, ബംഗ്ലാവ് കുന്ന്, കൂട്ടുപാത ജംഗ്ഷൻ, മുണ്ടൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളാണ് ഈ പാതയിലെ പ്രധാന അപകട മേഖലകൾ. ഇതിൽ ഏറ്റവും പ്രധാന ബ്ലാക്ക് സ്പോട്ടായ മാഞ്ചേരിക്കാവ് ജംഗ്ഷനിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് 23-ന് ഇതേ ജംഗ്ഷന് സമീപം ഓട്ടോറിക്ഷയിൽ ബൈക്കിടിച്ച് കുണ്ടളശ്ശേരി സ്കൂളിലെ അധ്യാപികയായ സുശീല മരിച്ചത് നാടിനെ നടുക്കിയ സംഭവമായിരുന്നു. 2024 നവംബർ 15-ന് പാറശ്ശേരിയിൽ വെച്ച് സ്വകാര്യ ബസ് മറിഞ്ഞ് 15ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. കടമ്പഴിപ്പുറം രജിസ്ട്രാർ ഓഫീസ് ജംഗ്ഷനിൽ ബൈക്കും പിക്കപ്പും കൂട്ടിയിടിച്ച് ശ്രീകൃഷ്ണപുരം തോട്ടര സ്വദേശി മരിച്ചതായിരുന്നു മറ്റൊരു ദുരന്തം. കൂടാതെ 2025 ഓഗസ്റ്റ് 27-ന് മദ്രസ കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കോങ്ങാട് GUP സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്ക് കാറുമായിട്ടുണ്ടായ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രാത്രി ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കച്ചേരിക്കുന്ന് വെച്ചുണ്ടായ ബൈക്കും പിക്കപ്പും തമ്മിലുള്ള അപകടത്തിൽ ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ മുറിച്ചിറം ജമാലിന്റെ മകൻ അജ്മലും മരിച്ചു. റോഡിലെ വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് പുറമെ കൃത്യമായ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ പൂർണ്ണതയുള്ള ഡിവൈഡറുകളോ സ്ഥാപിക്കാത്തതാണ് ദുരന്തങ്ങൾ ഇത്രത്തോളം വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. നിരപരാധികളുടെ ചോരയൊഴുക്കി മുണ്ടൂർ തൂതപാത ഒരു മരണക്കെണിയായി മാറുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. CCN കടമ്പഴിപ്പുറം. തൃക്കടീരിയിൽ JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം സ്വദേശി ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4:30-ഓടെ തൃക്കടീരിയിലുള്ള ഒരു ഷെഡിലായിരുന്നു അപകടം. വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കഴുകുന്നതിനിടെ സിദ്ദിഖിന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് മാങ്ങോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെർപ്പുളശ്ശേരി പോലീസ് സംഭവത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീരമംഗലം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ മറവ് ചെയ്തു. സൈനിൽ അറബുനിസയാണ് ഭാര്യ. 3 മക്കളുണ്ട്. CCN ചെർപ്പുളശ്ശേരി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റി അംഗവും കോട്ടപ്പുറം ത്രിവേണി കേബിൾ TV ഉടമയുമായ കൊങ്ങശ്ശേരി പ്രകാശൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കേബിൾ TV രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കൊങ്ങശ്ശേരി പ്രകാശന്റെ വിയോഗത്തിൽ സഹപ്രവർത്തകർ അനുശോചിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റി അംഗവും ത്രിവേണി നെറ്റ്വർക്ക് ഉടമയും നെല്ലായ യൂണിറ്റി ഡിജിറ്റൽസ് പാർട്ണറുമാണ്. ദീപയാണ് ഭാര്യ. പ്രണവ്, പ്രസിദ് എന്നിവർ മക്കളാണ്. CCN ചെർപ്പുളശ്ശേരി. കുമരമ്പത്തൂർ മേലാറ്റൂർ സംസ്ഥാന പാതയിൽ അലനല്ലൂർ ബാങ്ക് ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും നിർത്തിയിട്ട സ്കൂട്ടറിലും ഇടിച്ചു. കാർ യാത്രക്കാരനായ ഒരാൾക്ക് നിസാര പരിക്കേറ്റു. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ മേലാറ്റൂർ ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ് തകർത്ത ശേഷം റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറും തകർത്താണ് വാഹനം നിന്നത്. കാറിൽ 4 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളുടെ കൈക്കേറ്റ പരിക്കിന് നാട്ടിൽ എത്തിച്ച് ചികിത്സ നൽകാനുള്ള യാത്രക്കിടയിലാണ് അപകടം ഉണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. CCN ചത്തല്ലൂർ. കുട്ടികളിൽ വായനാശീലം കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ
അവരെ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേറിട്ട പദ്ധതിയുമായി തിരുവിഴാംകുന്ന് CPIUP സ്കൂൾ. കുട്ടികളെ പുസ്തകങ്ങളുമായി സൗഹൃദത്തിലാക്കാനും വായനാ മത്സരങ്ങളിലൂടെ താൽപര്യം വളർത്താനുമായി സംഘടിപ്പിക്കുന്ന വായനാ ഹൃദയപൂർവ്വം എന്ന പരിപാടിക്ക് സ്കൂളിൽ തുടക്കമായി. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പദ്ധതിയിലൂടെ വായനാ വാരാഘോഷങ്ങളുടെ സമാപനത്തിന് മുൻപായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന വിദ്യാർത്ഥിക്ക് പ്രത്യേക സമ്മാനം നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സ്കൂൾ തല പ്രവർത്തന ഉദ്ഘാടനവും മലയാളം ക്ലബ് രൂപീകരണവും മുൻ അധ്യാപക അവാർഡ് ജേതാവ് KK വിനോദ് കുമാർ നിർവഹിച്ചു. കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ കഴിവുണ്ടെങ്കിൽ ഇത് രണ്ടും വേണം നമുക്ക് ജീവിതത്തിൽ. 10ാം ക്ലാസ്സിൽ A+ നേടുന്ന എത്രയോ കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ വലിയ പ്രയാസമായിട്ട് അവർ പ്രയാസപ്പെടുന്നത് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? കഴിവില്ലാത്തത് കൊണ്ടാണ്. സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ, ബിന്ദു P വർഗീസ്, റഹിയാനത്ത്, ജയചന്ദ്രൻ ചെത്തല്ലൂർ, രഞ്ജിത്ത് ജോസ്, ആരിക എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കവിതാലാപനം, കഥാരചനാ മത്സരം, അക്ഷരവൃക്ഷം നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. CCN ചെത്തല്ലൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചപ്പനിയുടെ ഭാഗമായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ മുൻകൈയെടുത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. EMS സഹകരണ ആശുപത്രിയുടെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ എല്ലാം ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രതിനിധിയായി ഇവിടെ സംസാരിക്കുന്ന ശ്രീ ജോബിൻ ജേക്കബ്, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ധന്യ ഡോക്ടർ, EMS സഹകരണ ആശുപത്രിയിൽ നിന്ന് ഈ ക്യാമ്പിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ഡോക്ടർമാർ, സ്റ്റാഫ്, ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൊതുപ്രവർത്തകർ, നമ്മുടെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, നമ്മുടെ ട്രോമ കെയറുമായി ബന്ധപ്പെട്ട് കാടിൽ നിന്ന് ഒരൽപ്പം പ്രയാസമുള്ളവരെ സഹായിക്കാനും ക്യാമ്പിന്റെ വിജയത്തിനുമായിട്ടെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള വളണ്ടിയർമാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞവര്, വളരെ പെട്ടെന്ന് നാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ്. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലെ 5 ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. കൂടാതെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ രോഗനിർണയ പരിശോധനയും നടന്നു. ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് സൗജന്യമായി അലോപ്പതി മരുന്നുകൾ വിതരണം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ AK ഷീലാദേവി, കരിമ്പുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സൈതലവി, മൈമൂനത്ത് സാദിഖ്, വാർഡ് മെമ്പർമാരായ M ചന്ദ്രമോഹനൻ, ബാലകൃഷ്ണൻ, മല്ലിക, നസീമ ഷൌക്കത്ത്, കോട്ടപ്പുറം PHCയിലെ മെഡിക്കൽ ഓഫീസർ ധന്യ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജശ്രീ, പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലെ റിസർച്ച് ആൻഡ് അക്കാദമിക് കോർഡിനേറ്റർ ജോബിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രോമാ കെയർ ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ യൂണിറ്റിൽ നിന്ന് 6 വളണ്ടിയർമാർ ക്യാമ്പിലെത്തുന്ന രോഗികൾക്ക് സഹായമേകി. CCN കടമ്പഴിപ്പുറം. മലപ്പുറം സേവാഭാരതിയും ബ്രഹ്മകുമാരീസും സംയുക്തമായി മലപ്പുറത്ത് യോഗാ ദിനം ആചരിച്ചു. മുണ്ടുപറമ്പ് ദക്ഷിണാമൂർത്തി ക്ഷേത്ര ഹാളിലാണ് യോഗ പരിപാടികൾ നടന്നത്. അഞ്ചോ 10 സെക്കൻഡ് പരമാവധി സമയം വരെ സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രീതിയിലുള്ള യോഗാഭ്യാസങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. തുടർന്ന് വർത്തമാന സമൂഹത്തിൽ യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ പരിപാടികളും യോഗ കൊണ്ടുള്ള ഗുണങ്ങളും പരിപാടിയിൽ പങ്കെടുത്തവർക്കായി അവതരിപ്പിക്കപ്പെട്ടു. ചടങ്ങിൽ ദിവാകരൻ, ഹരീന്ദ്രൻ, സുകന്യ, ശാന്ത, ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN മലപ്പുറം. മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സദ്ഗമയ 26 യോഗ പരിശീലനവും മാർഗനിർദ്ദേശ ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PK അസുലു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറും കൂടിയായിരുന്നു. ഡോക്ടറിന് ശേഷമാണ് കളക്ടറായിട്ടുള്ളത്. അപ്പോൾ കളക്ടർ മലപ്പുറം ജില്ലയെ പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അയാൾ ആരോഗ്യ രംഗത്താണ് ഏറ്റവും കൂടുതൽ പുരോഗതി വേണ്ടത്, ആ രംഗമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കളക്ടർ എപ്പോഴും പറയാറ്. അദ്ദേഹം അതിനുവേണ്ടി എല്ലാ തരത്തിലും ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് അദ്ദേഹം എപ്പോഴും സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗമുള്ള ആളുകൾ നമ്മുടെ ജില്ലയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഭക്ഷണത്തിലൊക്കെ മാറ്റം വന്നിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട എന്നുള്ളതല്ല,
പക്ഷെ അതിലൊക്കെ ലിമിറ്റും കാര്യമില്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുറവായുള്ള ആളുകൾ കേരളത്തിലാണെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ഈ പാഠത്തിലൊക്കെ വായിക്കുന്ന ഏറ്റവും വലിയ കുറവായിട്ടുള്ള ആളുകളും പിന്നെ അതുപോലെ തന്നെ തടി കൂടിയ ആളുകളൊക്കെ ഉള്ളത് കേരളത്തിലാണെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ എക്സസൈസ് ഒന്നും ചെയ്യില്ല, നല്ലോണം ഭക്ഷണം കഴിക്കും, ഒരു എക്സസൈസും ചെയ്യില്ല. നമ്മളങ്ങനെ കിടന്നുറങ്ങും, ഇന്ന സമയം കിടന്നുറങ്ങും, ജോലിക്ക് പോയാൽ ഇരുന്ന ജോലിയായിരിക്കും. അപ്പൊ പിന്നെയും ആരോഗ്യത്തെ ബാധിക്കും. നമുക്ക് എക്സസൈസ് ചെയ്യാൻ യോഗ ചെയ്യാൻ സമയമുണ്ടോ എന്ന് ആരോടും ചോദിച്ചാൽ എന്താ പറയാ, അതിനൊക്കെ എവിടെ സമയം എന്നാലും 5 നേരം ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല സമയമാണ്. അത് ഡെയിലി നമ്മള് കഴിക്കുമല്ലോ. 4 നേരം 5 നേരം ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും, 3 നേരം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. AMAI ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ സയാന സലാം അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ VG ഉദയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PV ശാസ്ത്രപ്രസാദ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ M മുഹമ്മദ് ബഷീർ, ഓഫീസ് സ്റ്റാഫ് K മൊയ്തീൻകുട്ടി, സെന്റർ കോർഡിനേറ്റർമാരായ E സന്തോഷ് കുമാർ, KP ശ്രീദേവി, P അജിതകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ KK ആരതി, ഇൻസ്ട്രക്ടർ അഹാസ് പത്മ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് ടീഷർട്ട് വിതരണവും ചെയ്തു. സദ്ഗമയ 26ന്റെ ലോഗോ പ്രകാശനം നടത്തുകയും ചെയ്തു. വലത് ഭാഗത്ത് ചെവി, വലത് ഷോൾഡർ ടച്ച് ചെയ്യാം. റൈറ്റ്, ലെഫ്റ്റ്, സെന്റർ. നൗ റൊട്ടേഷൻ. 2 3 സെന്റർ. ബോഡി അനങ്ങണ്ട, 2 കഴുത്ത് മാത്രം. 3 ഇനി ഫിംഗർ കൈ ഇങ്ങനെ പിടിക്കുക. 5 1 2 ചുരുട്ടി പിടിക്കുക. 1 2 3 4 5 up. CCN മലപ്പുറം. വാണിയംകുളം മനശ്ശേരി തെക്കുമുറി കുംഭാരൻ കോളനി അംഗൻവാടിയുടെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ കാണാൻ കഴിയുന്ന ഉപകരണമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, വിവരമുണ്ട്. അങ്ങനെ ആ വിവരം മാത്രമാണ് നമുക്ക് മൊബൈൽ ഫോൺ നോക്കിയാൽ ഉണ്ടാവുക. വിവേകം ഉണ്ടാവണമെങ്കിൽ എന്തുണ്ട്, നമുക്ക് വായനകൾ വളർത്തിയെടുക്കണം, കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കണം. വാർഡംഗം M ലക്ഷ്മി അധ്യക്ഷയായി. വിശിഷ്ടാതിഥി കാളിയാർ മഠം ട്രസ്റ്റ് മഠാധിപതി കൃഷ്ണൻ കാളിയാർ ഭദ്രദീപം കൊളുത്തി. പ്രാക്കാട്ടുതൊടി രാജഗോപാലൻ, CDPO ശാന്തകുമാരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സംഗീത, C അനിൽകുമാർ, NM അബ്ദുൽ സലാം, K ഗോപകുമാർ, K ശശികുമാർ, T സുധ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആരോഗൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദനവും നടത്തി. കാളിയാർ മഠം ട്രസ്റ്റാണ് കെട്ടിടം നവീകരിച്ച് നൽകിയത്. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങളും മരണവും പതിവ് സംഭവങ്ങളായി മാറുകയാണ്. CCN കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയുടെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിൽ ഈ പാതയിലെ യാത്രാഭീതി വർദ്ധിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 25ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ചെർപ്പുളശ്ശേരി കാക്കാത്തോടിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ മുറിച്ചിറ വീട്ടിൽ മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു.
കുളപ്പട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ P. ജയൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കടീരിയിൽ JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം സ്വദേശി ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.